back to Bosco Campus Vision. This is the 16th lecture on entrepreneurship development. Today we are going to discuss the topic of central and state government industrial policies and regulations. In this section, I will give you an introduction about this topic. The industrial policy refers to such formal declaration by the government through which general policies for industries are adopted by the government are made public. Industrial policy എന്നാൽ it refers the government's policies towards industries with regard to the establishment, functioning, growth and management. The policy will indicate the respective areas of large, medium and small scale sectors. The industrial development of a country will be shaped, guided, fostered, regulated and controlled by its industrial policy. Industry policy എന്നാൽ ഇറ്റ്സ് എ ഫോമൽ ഡിക്ലറേഷൻ ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് എടുക്കുന്ന ഫോമൽ ഡിക്ലറേഷൻസ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫങ്ഷനിങ് ആൻഡ് ഗ്രോത്ത് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസ്. ഓരോ ഇൻഡസ്ട്രീസ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതിൻ്റെ വളർച്ചയും അവിടുത്തെ മാനേജ്മെൻറ്റ്, ഇതിനെക്കുറിച്ചിട്ട് എല്ലാത്തിനും ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസും റെഗുലേഷൻസിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത് ലാർജ്, മീഡിയം, സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിൽ വരുന്ന എല്ലാ ഇൻഡസ്ട്രീസിനും ബാധകമായിട്ടുള്ളതുമാണ്. Let us discuss the objectives of industrial policies. Deployment of natural resources, we have modernization, then we have balanced industrial development, balanced regional development, we have coordination between basic and consumer industries, and we have utilization of foreign assistance. These are the main objectives or importance or need of industrial policies. Let us discuss each one in detail. Now we are going to discussing the objective or need of industrial policies and regulations. In that, first point is deployment of natural resources. നമുക്കറിയാം റിസോഴ്സസ് എല്ലാം തന്നെ വളരെ ഷോർട്ടേജാണ്, റിസോഴ്സസിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പം ആവശ്യമുള്ള അളവിലുള്ള റിസോഴ്സസ് മാത്രം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുക. അതിനായിട്ട് ഗവൺമെൻറ് ഒരു നിബന്ധനകളും കണ്ടീഷൻസും കൊണ്ടുവരുന്നു. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. The industrial policy helps in full deployment of natural resources for the country. It helps in identifying, collecting and using resources properly. റിസോഴ്സസ് എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതുപോലെ അത് കളക്ട് ചെയ്ത് അത് കറക്റ്റായി അതിന് ആവശ്യമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുവാനായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് സഹായിക്കുന്നതാണ്. ഈ ഒരു റെഗുലേഷൻ ആൻഡ് ഈ ഒരു പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, കണ്ണി കാണുന്നിടത്തെല്ലാം ബിസിനസ് നടത്തി കാണുന്ന റിസോഴ്സസ് മുഴുവൻ ഉപയോഗിച്ച് നാളേക്ക് വേണം എന്നുള്ളൊരു ചിന്തയില്ലാതെ തന്നെ ആൾക്കാർ പ്രവർത്തിക്കും. അപ്പം ഇതൊക്കെ ഒഴിവാക്കുന്നതിനേക്കായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. That means it helps in full deployment of natural resources of the country, and it helps in identifying, collecting and using resources properly. Then second point is modernization. Modernization means it encourages modernization for increasing industrial output and productivity. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ് മോഡേണൈസേഷൻ ഈ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ കൊണ്ടുവരാനായിട്ട് പരമാവധി സഹായിക്കുന്നു. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് നടത്തുന്നതിന്
പുതിയ പുതിയ ടെക്നോളജികൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് അനുവാദം തരുന്നു. ഇൻഡസ്ട്രി encourages modernization for increasing industrial output and productivity. It envisages the use of modern and latest production techniques in industrial sector. Industrial സെക്ടറിലേക്ക് പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു അനുവാദം കൂടി ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് തരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ബാലൻസ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. The industrial policy envisages balanced industrial development of the country, and it also facilitates balanced development of various sectors of the economy. അതായത് ഈ ഒരു ഗവൺമെൻറ് പോളിസി ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ എക്കണോമിയിൽ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഒരു എക്കണോമിയെ ഗ്രോത്തിലേക്ക് എത്തിക്കുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകുന്നതിലേക്കായിട്ട് ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസും റെഗുലേഷൻസും സഹായിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ഒരു ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് ഉണ്ടായതുകൊണ്ട് ഓരോ പർട്ടിക്കുലർ ഏരിയാസ് ഇപ്പം ബാക്ക്വേർഡായിട്ട് കിടക്കും. ആ ഓരോ ഏരിയാസിലേക്ക് പ്രത്യേകമായിട്ട് പോയിൻ്റ് ചെയ്ത് അവിടേക്ക് വികസനങ്ങൾ എത്തിക്കുന്നതിനേക്കായിട്ട് ഈ ഓരോ പോളിസീസും റെഗുലേഷൻസും സഹായിക്കുന്നതാണ്. ബാക്ക്വേർഡ് ഏരിയാസിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുവന്ന് അവിടെ കൂടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ബാലൻസ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. Next importance is coordination between basic and consumer industries. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ കൺസ്യൂമർ ഇൻഡസ്ട്രീസിനെയും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ബേസിക് ഇൻഡസ്ട്രീസിനെ എൻകറേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഇൻഡസ്ട്രീസിന് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ മാനേജ് ചെയ്ത് ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സും അതുപോലെ തന്നെ കോൾ ആൻഡ് മൈനിങ് ഇൻഡസ്ട്രീസും അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതിനെ ഒരു സൈഡിൽ അതിന് വേണ്ടുന്ന ആ ഒരു ഇൻഡസ്ട്രീസിന് ആ ഒരു സെക്ടറിലെ ഇൻഡസ്ട്രീസിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ദ അതർ സൈഡിലുള്ള കൺസ്യൂമർ ഇൻഡസ്ട്രീസിലും അവിടെയും അവർക്കും വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ആവശ്യമാണ്. ഇപ്പം അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ മൈനിങ്ങും അങ്ങനെയുള്ള ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലുള്ള കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എല്ലാം താറുമാറായി പോകത്തതേ ഉള്ളൂ. എല്ലാ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നയങ്ങളെല്ലാം പോളിസീസും എല്ലാം തന്നെയും ബേസിക് ആയിട്ടുള്ള സെക്ടറിന് മാത്രം ബാധകപ്പെടുത്തി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കൂടുതൽ ഇൻസെൻറ്റീവ്സൊക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊടുത്ത് മുന്നോട്ട് മാത്രം പോവുകയാണെങ്കിൽ ദ അതർ സൈഡിലുള്ള കൺസ്യൂമർ ഇൻഡസ്ട്രീസ് താഴോട്ട് പോകും. അതേസമയം ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് രണ്ടിനെയും ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. കൺസ്യൂമർ ഇൻഡസ്ട്രീസിനെയും അതുപോലെ തന്നെ ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസിനെ എല്ലാം തന്നെയും ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ആവശ്യമാണ്. The last point is utilization of foreign assistance. നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെയും വിദേശ
നിക്ഷേപത്തെ സ്വീകരിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നും പല ഓൺടർപ്രണേഴ്സും മുന്നോട്ട് വന്ന് നമ്മുടെ രാജ്യത്ത് പല സംരംഭങ്ങളും തുടങ്ങുവാനായിട്ട് അവർ തയ്യാറാകും. അപ്പം യൂട്ടിലൈസേഷൻ ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, വിദേശ രാജ്യത്തു നിന്നുള്ള പരമാവധി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് റെഗുലേഷൻസ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്തിന് വികസനം പെട്ടെന്ന് സാധിക്കും. An appropriate industrial policy helps to attract foreign capital and entrepreneurs. The foreign aid can be used in the national interest if an appropriate industrial policy is pursued. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും അവർ നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നു. സോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് നാഷണൽ ഇൻകവും വർദ്ധിക്കാനും സാധിക്കുന്നു.